ഉദാഹരണത്തിന് നായക്കൂന ആ ഹദീസിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. 9:30 മുമ്പായിട്ട് ഞാൻ നിർത്തും ചെയ്യും. പെണ്ണുങ്ങളുടെ ഒരു വിഷയം പറയാം. ഈ സ്ത്രീകൾക്ക് ഇസ്ലാം ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ആണുങ്ങൾ പെണ്ണുങ്ങൾ ഇങ്ങനെ പോകുന്നത് നോക്കാനും കാണാനും, പിന്നെ കുറേ പെണ്ണുങ്ങളെ പുറത്തേക്ക് ഇറക്കാനും മുഖം മറച്ചത് ഇങ്ങനെ പൊക്കാനും ഒക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ബുർദ ചൊല്ലുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ, സ്വലാത്തുള്ള പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ മുഖം ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട്. പർദ്ദയിടാതെ ചുരിദാർ മാത്രം ഇട്ട് പോകുന്ന പെണ്ണുങ്ങളുണ്ട്. അപ്പൊ ഈ പെണ്ണുങ്ങളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് എന്താ, അത് സാറേ പിന്നെ കുറെ കാലം ആൾക്കാരെ എന്താ വിചാരിക്കും, പെട്ടെന്ന് പർദ്ദയിട്ട ആൾക്കാരെന്താ വിചാരിക്കുക, പെട്ടെന്ന് പർദ്ദയിട്ട ആൾക്കാർ ഒറ്റ കാര്യം വിചാരിക്കുള്ളൂ, ഓള് പെട്ടെന്ന് പർദ്ദയിട്ടെന്നേ വിചാരിക്കുള്ളൂ. വേറെന്താ അവൾ വിചാരിക്കാൻ? വേറെന്താ ഉണ്ടോ? പെട്ടെന്ന് പർദ്ദയിട്ടാ വേറെ ചുരിദാറിട്ട് വിചാരിക്കും, പർദ്ദയിട്ട് വിചാരിക്കും. വേറെന്താണ്? അവ എന്താ ആൾക്കാർ വിചാരിക്കുന്നതാണ് പ്രശ്നം. എന്റെ ഹബീബായ മുത്തായ തങ്ങളെന്ത് വിചാരിക്കുന്നു എന്നല്ല ഈ പെണ്ണിന്റെ ചിന്ത, അല്ലെങ്കിൽ ആണിന്റെ ചിന്ത. അതല്ല, അതാ ഞാൻ പറഞ്ഞത് മാറണമെന്ന് പറഞ്ഞു. പണ്ടൊരു മഹാൻ അവർകൾ 40 വർഷക്കാലം, ഒരു സൂഫിയായ മഹാൻ 40 വർഷക്കാലം സ്ഥിരമായി എല്ലാ ജമാഅത്തിനും പള്ളിയിൽ വരും. ബഹുമാനപ്പെട്ടവർക്ക് അസുഖമായിട്ട് ഒരാഴ്ച പള്ളി പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ട് മഹാനവറുകൾ പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിലേക്ക് പോകുമ്പോൾ മഹാനവറുടെ മനസ്സിൽ ഒരാഴ്ച പള്ളി പോയില്ലല്ലോ, ജനങ്ങൾ ഇപ്പൊ എന്താ ചിന്തിക്കുക എന്നൊരു ചിന്ത അറിയാതെ വന്നുപോയി. സുബ്ഹാനല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. മഹാനവറുകൾ എന്താ ചെയ്തെന്നൊരു, പടച്ചോനെ, അപ്പം അടുത്ത കഴിഞ്ഞ 40 കൊല്ലം ഞാൻ നിസ്കരിച്ചൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. എന്റെ മനസ്സിൽ എന്തുകൊണ്ട് ഒരാഴ്ച ഞാൻ പള്ളിയിൽ പോയില്ലല്ലോ, എന്റെ പടച്ചോൻ എന്താ വിചാരിക്കുക, എന്റെ മനസ്സിൽ വന്നില്ലല്ലോ, ജനങ്ങൾ എന്താ വിചാരിക്കാന്നല്ലേ വന്നത്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ട് 40 വർഷത്തെ നിസ്കാരം ആ മഹാൻ വീട്ടിൽ നിന്നാണ് ചരിത്രം. ഇതാണ് മഹാന്മാരുടെ ഖൽബ് എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തോ വിചാരിച്ചോട്ടെ, ഒരു കാര്യം നമ്മൾ അറിയാണ്, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടം. ഒരുത്തം പെണ്ണുങ്ങൾ മുഖമടക്കം മറച്ചുകൊണ്ട് ആ നല്ല ചിട്ടയിൽ ഉമ്മത്തിൽപ്പെട്ട ഒരു പെണ്ണിങ്ങനെ തുറന്നിട്ട് പുറത്തു പോകുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമല്ല സ്വല്ലല്ലാഹു അലൈഹി എന്ന് കേട്ടാൽ ആ നിമിഷം മാറണ്ടേ. ഇന്നമൽ ഇൽമു അൽ അമൽ എന്നല്ലേ? ഇൽമു എന്ന് പറഞ്ഞാൽ അമലാണ്. അൽ ആലിമു മൻ ഇത്തസഫ ബിൽ ഇൽം. കേട്ടതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഈമാൻ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെയും നീണ്ടുപോകുന്നത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരങ്ങളോടൊക്കെ പറയാം, നമ്മുടെ ഭാര്യമാര്, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ പെൺകുട്ടികള് തുറന്നിട്ട് ഇങ്ങനെ പുറത്തു പോകുന്നവരാവരുത്. അവരാ ചിട്ട, ആ നിഖാബൊക്കെ ധരിച്ച് ആര് കളിയാക്കോട്ടെ, ഇളച്ചിനെ മൂത്തച്ച് കളിയാക്കുക, മൂത്തച്ഛനെ ഇളച്ച് കളിയാക്കിയവർക്ക് പോയി എന്നല്ലാതെ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതാണ് ഇഷ്ടം. അത് പറഞ്ഞിട്ട് കളിയാക്കുന്നവരുണ്ട്, കളിയാക്കിക്കോട്ടെ, അവർക്കുള്ളത് റസൂലുള്ളാഹി കൊടുത്തോളൂ. റസൂലുള്ളാഹിനെ കളിയാക്കാൻ പോണ്ട, അത് പണി പാടും. എന്റെ വാപ്പാനെ കളിയെങ്കിൽ അത്ര പ്രശ്നമില്ല, തങ്ങളെ കളിയാക്കിയാൽ വെറുതെ. അതാണ് ഈ വഹാബിയത്തിനോടുള്ള ദേഷ്യം മുഴുവൻ. അതാണ്, വേറെ വ്യക്തിപരമായ ഒരു ദേഷ്യമില്ല. വഹാബിയത്ത് റസൂലുള്ളാഹിന്റെ മഹത്വം കുറക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ്, വൃത്തം കെട്ട പാർട്ടി. ഒരു പാർട്ടിയുടെ നേതാവിന്റെ മഹത്വം പറയല്ലേ സാധാരണ ചെയ്യാൻ, ഇത് പറയാൻ സമ്മതിക്കാതിരിക്കണം. അതിനുവേണ്ടി ആയത്തോ റസൂലുള്ളാഹി. അല്ലാഹു തആല നമ്മുടെ പരമ്പര, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ഇന്ന് വരെ ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തോ അവരുടെ മുഴുവനും പരമ്പര ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരൊറ്റ ബിദ്അത്തും ഒറ്റ മൗദൂദിയും ഒറ്റ വഹാബിയത്തും അങ്ങനെയുള്ള ഒരു സാധനത്തെ അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിന്റെ 4 അയലത്ത് അടുപ്പിക്കാതിരിക്കുമാറാവട്ടെ. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് മാറണം, ഈ വിഷയത്തിലൊക്കെ മാറണം. തഹജ്ജുദ് പതിവാക്കണം. അതേപോലെ തന്നെ തിങ്കളാഴ്ച നോമ്പ് വെച്ചൂടെ? നോക്കുന്നവരുണ്ട്, ഇഷ്ടംപോലുണ്ട്. വ്യാഴ്ചക്ക് നോക്കുന്നവരുണ്ട്. നമ്മൾ ഒരു ഭാഗത്ത് മാമ്പത്ത് വരെ മറ്റൊരു ഭാഗത്ത് ഇൽമില്ലാതിരിക്കുക, അതെങ്ങനെ ശരിയാവാ? കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട, ഇന്നലെ സുലൈമാൻ ഉസ്താദിനെ കാണാൻ പോയപ്പോൾ ഉസ്താദിന്റെ വൈകുന്നേരം സമയമുണ്ട്. ആ ഒരു സമയം ഉസ്താദ് ഔറാദുകളുള്ള സമയമാണ്. അസറിന്റെ സമയം വാരിവിന്റെ കുറച്ച് മുമ്പായിട്ട് ഉസ്താദ് ഒന്നു കൊടുത്തു വന്നാൽ പിന്നെ ഒന്നും മിണ്ടൂല ഔറാദാണ്. ഈ മഹാന്മാരായ പണ്ഡിതന്മാർക്കൊക്കെ സ്വഭാവമുണ്ട്. ഉസ്താദിനോട് ഞാൻ തമാശക്ക് ഒരു കാര്യം പറഞ്ഞു. ഉസ്താദിനോട് ഞാൻ പണ്ടേ ഈ കഴിഞ്ഞ 18 കൊല്ലമായിട്ട് സ്ഥിരമായി ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോകുന്നുണ്ട്. 18 കൊല്ലമായി. എൻ്റെ ചെറുപ്പം മുതൽ ഉസ്താദിന്റെ അടുത്ത് കൂടെ ഒരുപാട് സമയം പോവുകയും ഒരുപാട് നേരം ഇരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എനിക്ക് ആവശ്യമായ പലതും ഉസ്താദാണ് തന്നിട്ടുള്ളത്. അല്ലാഹു തആല അവിടത്തേക്ക് ആഫിയത്തും ഇസ്സത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ അല്ലാഹു തആല ആഫിയത്തും ഇസ്സത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും ആജിലാജിപ്പ് അല്ലാഹു നൽകുമാറാവട്ടെ. ഈ രാവിന്റെ ഇന്ന് മദീന മുനവറയിലേക്ക് സമർപ്പിക്കപ്പെടുന്ന കോടിക്കണക്കിന് സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് റസൂലുള്ളാഹിനെ കേരളത്തിൽ ഇത്രമാത്രം പഠിപ്പിച്ചു തന്ന ഉസ്താദ് അവർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. ആമീൻ. ഔറാദൻ ഞാൻ പറഞ്ഞു വന്ന ഉസ്താദ് ഇത്രയും പ്രായമായിട്ടും ഇത്ര കണക്കിന് ശിഷ്യന്മാരുണ്ടായിട്ടും ആ ഔറാദിന്റെ കിതാബ് എടുക്കാൻ സമയമായാൽ അത് മാറ്റി വെച്ചിട്ടുള്ള പരിപാടിയില്ല. ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് നഫറല്ലാഹു മർഖദഹു ബഹുമാനപ്പെട്ടവരുണ്ടായിരുന്ന സമയത്ത് അവർക്ക്
പ്രത്യേകം ഉണ്ടായിരുന്നു. പ്രായമുള്ള ആൾക്കാർ ആരെങ്കിലും അവർക്ക് ബന്ധം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്കറിയാം എന്താ സംഭവം എന്നറിയോ. നാടന്മാരായ ആൾക്കാർ വന്നാൽ സംസ്കൃതമ ചൂടാവും. എന്താടാ നീ എന്തിനാ വന്ന് നോക്കും, ഞാൻ ഉസ്താദിനെ കാണാൻ ഞാൻ എന്താ കാര്യം ഇങ്ങനെ വർത്താനം പറയാം. അപ്പോൾ ശംസുലമാന്റെ പ്രിയപ്പെട്ട ഒരാൾ ചോദിച്ചു, എന്താണ് ഉസ്താദ് ഇങ്ങനെ പറയുന്നത് ചോദിച്ചു. അതെ, അങ്ങനെ പറഞ്ഞാൽ ഓര് വിചാരിക്കും ഞാനൊരു കിബറൊക്കെ ഉള്ള ആളാണ്, എന്നിട്ട് ഒരു പോയിക്കോളും, എന്റെ കുറ്റം പറഞ്ഞോട്ട് എന്നാലും കുഴപ്പമില്ല, പോയിക്കോളും, നമ്മൾ ഔറാദ് മുടങ്ങൂല. എന്നിട്ട് ഓര് ഇവിടെ വന്നാണ്ട് ഓനെ പെണ്ണുങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയതും പിന്നെ കൂട്ടിക്കൊണ്ടുവരാനായതും പള്ള വലുതായതും ചെറുതായതും ഇങ്ങനെ തുടങ്ങിയിട്ട് സർവ്വ ദുനിയാവ് ഇങ്ങനെ പറയും. ഇവരാണെങ്കിൽ ദുനിയാവിനെ ഡൈവോഴ്സ് ആക്കിയിട്ട് ആഗ്രഹത്തിന് വേണ്ടി കുത്തിർക്കുന്ന ആൾക്കാർ. ഓരോരുത്തർ നമ്മൾ പോയിട്ട് പറയുന്നത് മൊത്തം ദുനിയാവും. ഉസ്താദ് ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഈ ജിഫ്രി മുത്തുപോയതങ്ങൾക്കും അങ്ങനെ ഒരു സ്റ്റൈലുണ്ട്. നാടന്മാർ തിരിയാത്ത ആൾക്കാർക്ക് മനസ്സിലാവില്ല. സാദാത്തുക്കൾ ആലിമീങ്ങളൊക്കെ ബഹുമാനിക്കണം. അല്ലാഹു തആല സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങളും സാദാത്തുക്കളെ ബഹുമാനിക്കുന്നവരാക്കി നമ്മളാക്കുമാറാവട്ടെ. പണ്ഡിതന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു ചർച്ച ചെയ്ത് തീർക്കട്ടെ. നമ്മളെ ഒന്നും ഇടപെടാൻ പോണ്ട. നമ്മൾ അവരൊന്ന് ചെരുപ്പെടുക്കാൻ മാത്രം പോലുള്ള യോഗ്യത ഇല്ലാത്തവരാണ് എല്ലാ പണ്ഡിതന്മാർ. സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന, അവിടുത്തെ മദ്ഹ് പറയണമെന്ന് പറയുന്ന എല്ലാ ആലിമീങ്ങളും നമ്മൾ ബഹുമാനിക്കും. ആരതെന്ന് പറഞ്ഞാൽ ആട്ടിവിടും. ഇത് മൈക്കായതുകൊണ്ട് എത്ര പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല പറയുന്നത്. ഇത് ഓൺലൈനിലൊക്കെ നമ്മുടെ ഇസ്മായിൽ വീസിന്റെ ചാനലൊക്കെ നിറച്ച ആളാണ്. അതിന് 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളാണ് നമ്മുടെ ഇസ്മായിൽ വീസി. മൈക്കിന്റെ പരിധിയിലാണ്. എനിക്ക് റസൂലുള്ളാഹിനെ എന്റെ മാപ്പാനെ കുറ്റം പറഞ്ഞ ഞാൻ സഹിച്ചോളാം. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതാക്കാൻ വന്നാൽ ഓന്റെ കരണക്കുറ്റി കൊടുത്താൽ പൊട്ടിക്കും. പിന്നെ കേസവിടെ എന്നെ കൊണ്ടേക്കൂടെ ജയിലിലിട്ടോടെ. അവിടുന്ന് ഞാൻ സലാത്ത് കോടിയാണ് ചൊല്ലും, എനിക്ക് ഒരു പ്രശ്നമില്ല. റസൂലുള്ളാഹിനെ ചെറുതാക്കാൻ വന്നിട്ട് എന്നിട്ട് ലാസ്റ്റ് ഉടുപ്പിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞൊരു വരവുണ്ട്. ലാസ്റ്റ് ഉടുപ്പില്ലാത്ത കുറെ ജാതി കാള താടി നീട്ടിച്ച് അല്ലാഹു തആല നമ്മൾ ആ സാധനത്തോട് നമ്മുടെ കുടുംബത്തൊക്കെ നശിക്കുമാറാവട്ടെ. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് ഒരു വാക്ക് പറയാം. വല്ലാതെ അങ്ങോട്ട് കമ്പനി വിടാൻ പോകണ്ട ആ ജാതിനോട്. അത് ഈമാന്റെ ഭാഗമാണ്. എങ്ങനെ കമ്പനി വിടാൻ പറ്റും? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ നിങ്ങളെ അമ്മ അല്ലെങ്കിൽ നിങ്ങളെ വാപ്പ, മുത്താലിമീങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ ഉസ്താദ്. ഒരാൾ വന്നിട്ട് നിങ്ങൾ ഉസ്താദിനെ അല്ലെങ്കിൽ അമ്മാനെ വാപ്പാനാണ് തെറി പറഞ്ഞ് നിങ്ങൾ അവരോട് പിറ്റേന്ന് അസ്സലാമു അലൈക്കും വരുമ്പോൾ നേരെ വലൈക്കും അസ്സലാം പറയാം? ഉണ്ടാവോ? ഉണ്ടാവോ? ഇന്നിങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും നാക്ക് ഉണ്ടാവോ?